नवीन जमात के प्यारे उर्दू तलबों आदाब। आज हमको फ़रहतुल्लाह बेग की मशहूर और एक अच्छी कहानी है इम्तिहान। ये कहानी हमको पढ़ना चाहिए। यह कहानी के बारे में हम पिछले क्लास में चर्चा किया था कि मछेरा भगवान दास की बेटी सावित्री की एग्ज़ाम की फ़ीस अदा करने के लिए बहुत मुश्किल तकलीफ़ पड़ा तो उसके पड़ोसिन मुमताज़ बेगम ने पैसा देकर सावित्री की मदद की और पैसा देने के बाद मुमताज़ बेगम ने सावित्री को फ़रहतुल्लाह बेग की कहानी सुनाकर उसको तसल्ली दिया। प्यारे बच्चों, ये कहानी हम देखिए। किसी ज़माने में हम लोग भी बड़े समझे जाते थे। किसी ज़माने में हम लोग भी बड़े बड़े अमीर समझे जाते थे। ഒരു കാലത്ത് നമ്മളൊക്കെ ബഡേ അമീർ സമझे जाते थे. നമ്മളൊക്കെ വലിയ ആളുകളാണ് എന്ന് നമ്മളൊക്കെ വിചാരിച്ചിരുന്നു. നമ്മളൊക്കെ വലിയ ആളുകളാണെന്ന് നമുക്കൊക്കെ തോന്നിയിരുന്നു. लेकिन ज़माने की गर्दिश ने रफ्ता अच्छी तरह पीस दिया. लेकिन പക്ഷേ ज़माने की गर्दिश ने കാലക്കറക്കത്തിൽ കാലം മുന്നോട്ട് പോയപ്പോൾ രഫ്ത അച്ചി തര പേശ് ദിയ വളരെ സാവകാശം അത് നല്ല പോലെ നമ്മൾ അനുഭവിച്ചു. പീസ് ദിയ എന്ന് പറഞ്ഞാൽ നമ്മെ അത് നശിപ്പിച്ച് കളഞ്ഞു. ഒരു കാലത്ത് നമുക്കൊക്കെ തോന്നലുണ്ടായിരുന്നു നമ്മളൊക്കെ വലിയ ആളുകളാണ് എന്ന്. പക്ഷേ കാലങ്ങൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ നമ്മളെ ശരിക്കും ആ ഒരു ബോധം നമ്മളെ നശിപ്പിച്ച് കളഞ്ഞു. ഇപ്പോൾ തന്നെ നമുക്കറിയാം വലിയ പണക്കാരായ ആളുകളൊക്കെ ഇപ്പോൾ കൊറോണയും കോവിഡൊക്കെ വന്നപ്പോൾ അവരുടെ പണത്തിൻ്റെയും അവരുടെ സമ്പത്തിൻ്റെയൊക്കെ നിലയും വിലയും ഒക്കെ ഓരോരുത്തരും മനസ്സിലാക്കിയ ഒരു കാലമാണ് ആ സമയത്ത്. അതേപോലെ ഒരു കാലത്ത് നമ്മൾ വലിയ ആളുകളാണ് ധരിച്ചിരുന്നു. പക്ഷേ കാലക്കറക്കത്തിൽ അത് നമ്മെ എന്ത് ചെയ്തു, ശരിക്കും നമ്മളെ നശിപ്പിച്ച് കളഞ്ഞു. मेरी उम्र कोई 17 साल की थी. मेरी उम्र मेरा बरस എൻ്റെ വയസ്സ് कोई 17 साल की थी. 17 വയസ്സായിരുന്നു. എനിക്ക് 17 വയസ്സായിരുന്നപ്പോൾ എൻട്രൻസ് का इम्तिहान पास कर लिया था. एंट्रेंस परीक्षा पासाई. लो क्लास का पहला साल भी ख़त्म न हुआ था कि एकाएक अचानक वालिद का इंतकाल हो गया. लो क्लास का पहला साल भी ख़त्म न हुआ था. നിയമ ക്ലാസിൻ്റെ LLBയുടെ ഫസ്റ്റ് ഇയർ പൂർത്തിയായിരുന്നില്ല. പഹലാ സാൽ ഫസ്റ്റ് ഇയർ ഖത്തം ന ഹുവാദ പൂർത്തിയായിരുന്നില്ല. എന്തെന്നാൽ എക്കായക്ക് യാദർച്ഛികമായി വാലിദ് കാ ഇന്തിക്കാൽ ഹോ ഗയ, മേരാ വാലിദ് മർ ഗയ. ലോ ക്ലാസിൻ്റെ ഫസ്റ്റ് ഇയർ പരീക്ഷ പാസ്സാകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പ്രിയപ്പെട്ട പിതാവ് എന്നിൽ നിന്നും മൺമറഞ്ഞു. घर में मेरी वालिदा साहिबा थी. मैं और मेरी छोटी बहन रज़िया. उसकी उम्र 5 साल की थी. घर में വീട്ടിൽ എൻ്റെ ഉപ്പ മരിക്കുമ്പോൾ വീട്ടിൽ വാലിദ സാഹിബ थी. മേരി അമ്മി थी, എൻ്റെ ഉമ്മയുണ്ടായിരുന്നു. मैं और मेरी छोटी बहन रज़िया, ഞാനുണ്ട്, എൻ്റെ ചെറിയ പെങ്ങള് റസിയ ഉണ്ടായിരുന്നു. उसकी उम्र അന്ന് അവളുടെ വയസ്സ് 5 साल की थी, 5 വയസ്സ് മാത്രമായിരുന്നു. അപ്പോൾ എൻ്റെ പിതാവ് മരിക്കുമ്പോൾ എൻ്റെ വയസ്സ് 17, എൻ്റെ ചെറിയ സഹോദരിയുടെ വയസ്സ് 5 ആയിരുന്നു. വാലിദ കെ പാസ് സിലായി കാ കുച്ച് കപ്പട ആ ജാത്ത. അപ്പോൾ ഉപ്പ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പണത്തിൻ്റെ വിലയോ അല്ലെങ്കിൽ മറ്റ് ചെലവുകളുടെ കാര്യമോ ഒന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. ഉപ്പയുടെ തണലിലായിരുന്നു ഞങ്ങളുടെ ജീവിതം. പക്ഷെ ഉപ്പ മരിച്ചപ്പോൾ ഞങ്ങൾ ശരിക്കും അത് അനുഭവിച്ചറിഞ്ഞു. പിന്നെ എങ്ങനെയായിരുന്നു ഞങ്ങളുടെ ചെലവുകളും പഠനങ്ങളൊക്കെ മുന്നോട്ട് പോയിരുന്നത് എന്ന് അദ്ദേഹം പറയുന്നത് കേൾക്കുക. वालिदा के पास सिलाई का कुछ कपड़ा आ जाता.
വാലിദ കെ പാസ്, വാലിദ അമ്മി, അമ്മി കെ പാസ്, ഉമ്മയുടെ അടുത്ത് സിലായി കാ കുച്ച് കപ്പടാ ജാത്ത, തുന്നാനുള്ള വസ്ത്രങ്ങൾ വരുമായിരുന്നു. ഉമ്മ ടൈലറായിരുന്നു. ഇതിൽ നിന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാം, ഉമ്മമാർക്കും എന്തെങ്കിലുമൊക്കെ ഒരു കൈത്തൊഴിൽ പഠിച്ചാൽ അത് ജീവിതത്തിൽ ഉപകാരപ്പെടും. അപ്പോൾ ഉമ്മയ്ക്ക് തുന്നാനുള്ള വസ്ത്രങ്ങൾ വരുമായിരുന്നു. ഇസ്സേ और थोड़ा बहुत जो जेवर रहा था उसको बेचकर गुजारा करते. അപ്പോൾ ഉമ്മയുടെ അടുത്ത് തുന്നാൻ വരുന്ന വസ്ത്രങ്ങൾ തുന്നിക്കൊടുത്താൽ കുറച്ചൊക്കെ കാശ് കിട്ടും. എന്നാൽ അത് മാത്രം പോരാ. ഉസ്സേ और थोड़ा बहुत जो जेवर था, जेवर എന്നാൽ ആഭരണങ്ങൾ. തോടാ ബഹുത്ത് ജോ സേവർ രഹാദ, ഉമ്മയുടെ അടുത്ത് കുറച്ച് ആഭരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉസ്കോ ബേച്ചിക്കർ ഗുസാര കർത്തെ, അത് വിറ്റിട്ടും ചെലവുകൾ നടത്തിയിരുന്നു. പഠനത്തിനും മറ്റുമൊക്കെയുള്ള ചെലവുകൾ ആഭരണങ്ങൾ വിറ്റായിരുന്നു ഉണ്ടായിരുന്നത്. അന്നത്തെ അത്യാവശ്യം തിരക്കടില്ലാത്ത ഒരു കുടുംബത്തിലായിരുന്നു ഞങ്ങൾ ജനിച്ചത്. അതുകൊണ്ട് ഉപ്പ മരിച്ചപ്പോൾ ഞങ്ങൾ ശരിക്കും അത് അനുഭവിച്ചു. അങ്ങനെ ഉമ്മാൻ്റെ അടുത്ത് തുന്നാൻ കിട്ടുന്ന പൈസ കൊണ്ടും കുറച്ച് ആഭരണങ്ങളുടെ അത് വിറ്റിട്ടൊക്കെ ആയിരുന്നു ജീവിതം മുന്നോട്ട് നീങ്ങിയിരുന്നത്. ഇനി അവിടെ ഒരു കൊട്ടേഷനിലൊരു സംഗതി ഉണ്ട്, അത് ശരിക്കും ശ്രദ്ധിക്കണേ. ജബ് ആമദനി കം और खर्च ज्यादा हो तो कारून का खजाना भी काफी नहीं होता. കൊട്ടേഷൻ അവിടെ സമർപ്പിക്കുന്നു. ജബ് ആമദനി കം और खर्च ज्यादा हो तो कारून का खजाना भी काफी नहीं होता. ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടതും പ്രാക്ടിക്കലാക്കേണ്ടതുമായ ഒരു ആപ്തവാക്യമാണത്. ഇത് ജീവിതത്തിൽ പകർത്തിയാൽ ജീവിതത്തിൽ ഒരിക്കലും ടെൻഷൻ ഉണ്ടാവുകയില്ല, പ്രയാസം ഉണ്ടാവുകയില്ല. എന്താണത്? ജബ് ആമദനി കം और खर्च ज्यादा हो तो कारून का खजाना भी काफी नहीं होता. ആമദനി എന്ന് പറഞ്ഞാൽ വരവ്, ആമദനി വരവ്, വരുമാനം. ഖറച്ച് പറഞ്ഞാൽ ചെലവ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാകുന്ന രണ്ട് വസ്തുക്കളാണത്. ആമദനി പറഞ്ഞാൽ വരുമാനം, ഖറച്ച് പറഞ്ഞാൽ ചെലവ്. ജബ് ആമദനി കം और खर्च ज्यादा हो तो, ആമദനി കം വരുമാനം കുറവ്, ആമദനി കം എന്ന് പറഞ്ഞാൽ വരുമാനം കുറവാണ്. और खर्च ज्यादा हो तो, खर्च ज्यादा हो तो ചെലവ് കൂടുതലും ആണെങ്കിൽ, വരവ് കുറവും ചെലവ് കൂടുതലും ആണെങ്കിൽ. കാറൂൻ കാ ഖസാന ബി, കാറൂൻ നിങ്ങൾ ചരിത്രത്തിൽ പഠിച്ച ഒരു പുരുഷനാണ്, ഒരു ചരിത്ര പുരുഷനാണ് കാറൂൻ. ചരിത്രത്തിൽ നമ്മൾ ഒരുപാട് കേട്ടതാ. ആ കാറൂൻ എന്ന് പറയുന്ന സംഭവം മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. അതിൻ്റെ കഥ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ നമ്മളെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ആ കഥ പറയുന്നില്ല, നിങ്ങൾ ആരെങ്കിലും ഒരാൾ ആ കഥ ഒന്ന് അവതരിപ്പിക്കുക, ഉമ്മനോടോ ഉപ്പനോടൊക്കെ ചോദിച്ചിട്ട്. അല്ലെങ്കിൽ ഉസ്താദ്മാരൊക്കെ ഓൺലൈനിലുള്ള ക്ലാസ് എടുക്കണത്, ഓൺലൈനിലൊരു റിപ്ലൈ കൊടുക്കൂ, കാറൂൻ്റെ കഥയെന്ന് പറഞ്ഞു തരാം, എന്നിട്ട് അതൊന്ന് അവതരിപ്പിക്കും. അപ്പോൾ നോക്ക്, ജബ് ആമദനി കം വരുമാനം കുറവും और खर्च ज्यादा हो तो ചെലവ് കൂടുതലുമാണെങ്കിൽ കാറൂൻ കാ ഖസാന ബി, ഖസാന ഖജനാവ്, കാറൂൻ കാ ഖസാന ബി കാറൂൻ എന്ന വ്യക്തിയുടെ ഖജാന പോലും കാഫി നഹി ഹോത്ത മതിയാകുകയില്ല. ഇന്നിപ്പോൾ നമ്മൾ കാറൂനോട് ഉപമിക്കുന്ന ഒരാളാണ് നമ്മൾ മുകേഷ് അംബാനി അല്ലെ അനിൽ അംബാനി. അവരുടെ വരുമാനത്തേക്കാൾ കൂടുതലാണ് അംബാനിമാരുടെ ചെലവെങ്കിൽ അവർക്കും എന്ത് ചെയ്യില്ല, അവർക്ക് കിട്ടുന്ന വരുമാനം മതിയാകുകയില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് എനിക്ക് ഒരു 1000 രൂപ എനിക്ക് വരുമാനമുണ്ടെങ്കിൽ 1001 രൂപ എനിക്ക് ചെലവാണെങ്കിൽ എനിക്ക് എൻ്റെ പൈസ മതിയാവുകയില്ല. നേരെ മറിച്ച് എനിക്ക് 1000 രൂപ വരികയും ഒരു 900 രൂപക്ക് അല്ലെങ്കിൽ 800 രൂപക്ക് ഞാൻ എൻ്റെ ചെലവ് നിയന്ത്രിക്കുകയും ചെയ്താൽ എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ ഞാൻ സംതൃപ്തി ഉണ്ടാകും. നമ്മുടെ നാടുകളിലൊക്കെ ചില ആളുകളുണ്ട്,
ദിവസം 800-നും 1000-നൊക്കെ പണിയെടുക്കും, 1200-ഉം 1500-ഒക്കെ അവർ ചെലവഴിക്കും. അങ്ങനെ പോയാൽ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവപ്പെടും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് നമ്മുടെ ചെലവുകളെ നമ്മൾ നിയന്ത്രിക്കണം. അതാണ് ഇവിടെയുള്ള ആപ്തവാക്യം. വരുമാനം കുറവും ചെലവ് കൂടുതലുമാണെങ്കിൽ ഖാറൂൻ എന്ന മനുഷ്യന്റെ ഖജാന ഉണ്ടായാൽ പോലും നമുക്ക് മതിയാവുകയില്ല. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി കഥയിലേക്ക് തരും. ഈസ് ഇർസേമം. അപ്പോൾ എനിക്ക് 17 വയസ്സുണ്ടായപ്പോൾ എൻ്റെ അനിയത്തിയുടെ വയസ്സ് 5 വയസ്സ് പ്രായമാണ്. ആ സമയത്താണ് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ മരിച്ചു പോയത്. इस इरसे में मेरी लॉ क्लास की मुद्दत भी खत्म हो गई. इस इरसे में, इस जमाने में, ഈ കാലത്ത് മേരി ലോ ക്ലാസ് की मुद्दत भी खत्म हो गई. എൻ്റെ ലോ ക്ലാസിന്റെ പഠനം പൂർത്തിയായി. और इम्तिहान का जमाना करीब आ गया. എൻ്റെ പരീക്ഷയുടെ നാളുകൾ കരീബ് ആ ഗയ, അടുത്തടുത്ത് വന്നു. അങ്ങനെ ഉപ്പ മരിച്ചതിന് ശേഷം എൻ്റെ LLBയുടെ ഫൈനൽ പരീക്ഷ എഴുതാൻ പോവുകയാണ്. പരീക്ഷയുടെ ദിവസങ്ങൾ ഇതാ അടുത്തടുത്ത് വന്നിരിക്കുന്നു. अब सबसे बड़ी मुसीबत फीस की थी. कोई ऐसी चीज पास न थी कि गिरवी रखकर या बेचकर ये रकम अदा की जाती. വളരെ പരീക്ഷയുടെ നാളുകൾ അടുത്തടുത്ത് വന്നപ്പോൾ അബ് സബ്സെ ബഡി മുസീബത്ത്, ഇപ്പോൾ എൻ്റെ മുമ്പിലുള്ള വലിയ ഒരു ബുദ്ധിമുട്ട്, സബ്സെ ബഡി മുസീബത്ത്, വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഫീസ് കീ തി, പരീക്ഷയ്ക്കുള്ള ഫീസ് അടക്കുന്നതിനെ സംബന്ധിച്ചായിരുന്നു. കോയി ഐസി ചീസ് പാസ് നദി, കോയി ഐസി ചീസ് ഐസാ സാമാൻ പാസ് നദി, ഇങ്ങനെയുള്ള ഒരു സാധനം ഞങ്ങളുടെ അടുത്ത് ഇല്ലായിരുന്നു. എന്തിന് ഗിരിവി രഘുക്കർ, ഗിരിവി രഘുന എന്ന് പറഞ്ഞാൽ പണയം വെക്കുക. ഗിരിവി രഘുക്കർ പണയം വെച്ചിട്ടോ, യാ അല്ലെങ്കിൽ ബേച്ചുക്കർ വിറ്റിട്ടോ, ഏ റക്കം ഏ രൂപയ അതാക്കി ജാത്തി. അപ്പൊ പണയം വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വിറ്റിട്ടോ, ആഭരണങ്ങൾ വിറ്റിട്ടോ അല്ലെങ്കിൽ ആഭരണങ്ങൾ പണയം വെച്ചിട്ടോ പരീക്ഷയ്ക്ക് ഫീസ് അടക്കാനുള്ള ഒരു ആഭരണം പോലും എൻ്റെ ഉമ്മയുടെ അടുത്ത് ഇല്ലായിരുന്നു. എല്ലാം വിറ്റ് ചെലവ് നടത്തിയിരുന്നു. പക്ഷേ रजिया के पास गले का एक लच्छा और पावों में पासेब रह गई थी. ആകെ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ആഭരണം കേട്ടോളൂ. റസിയ കെ പാസ്, എൻ്റെ അനിയത്തിയായ പെങ്ങളുടെ അടുത്ത് ഗലേക്ക ഏക്ക് ലച്ച, ഗല എന്ന് പറഞ്ഞ കഴുത്ത്, അപ്പൊ ഗലേക്ക ഏക്ക് ലച്ച എന്ന് പറഞ്ഞ കഴുത്തിലിടുന്ന ഒരു നെക്ലേസ് ഉണ്ടായിരുന്നു. ആർ പാവോമേം, കാലില് പാസേബ് രഹി, ഒരു പാദസരവും ഉണ്ടായിരുന്നു. പാസേബ് പാദസരം, ലച്ച നെക്ലേസ്. അപ്പൊ ആകെ ഉണ്ടായിരുന്നത് റസിയയുടെ കഴുത്തിലൊരു നെക്ലേസും കാലിലൊരു പാദസരവും ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞു, വാലിദ സാഹിബാനെ കഹ, അമ്മീനെ കഹ, അമ്മ പറഞ്ഞു കെ ഉസ്കോ ഫുറൂഖത്ത് കർക്കെ കാം ചലാओ, ഉസ്കോ ഫുറൂഖത്ത് കർക്കെ, ഫുറൂഖത്ത് കർണ ബേച്ചന, ഉസ്കോ ഫുറൂഖത്ത് കർക്കെ, അത് വിറ്റിട്ട് കാം ചലാവോ, ഫീസ് അടച്ചോളൂ. മേരി ഹമീയത്ത് ഗവാരാന കർത്തീതി, എൻ്റെ അമ്മ പറഞ്ഞു എൻ്റെ കൊച്ചു പെങ്ങളുടെ പാദസരം അയച്ചിട്ട് അല്ലെങ്കിൽ നെക്ലേസ് അയച്ചിട്ട് വിറ്റിട്ട് നമുക്ക് ഫീസ് അടക്കാമെന്ന് പറഞ്ഞപ്പോൾ മേരി ഹമീയത്ത് ഗവാരാന കർത്തീതി, എൻ്റെ ആത്മബോധം, മേരാ ദിൽ ഗവാരാന കർത്തീതി, എൻ്റെ മനസ്സ് അതിന് സമ്മതിച്ചിരുന്നില്ല. കെ ഇസ് മാസൂം കാ സേവർ ലോ, ഇസ് നന്ന മുന്ന ബച്ചി കാ സേവർ ലോ, ഇസ് മാസൂം കാ സേവർ ലോ, ഈ നിഷ്കളങ്കയായ എട്ടും പൊട്ടും തിരിയാത്ത എൻ്റെ പെങ്ങളുടെ ആഭരണങ്ങൾ ഞാൻ എങ്ങനെ അഴിക്കും? അത് എനിക്ക് സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. പക്ഷേ ലേക്കിൻ ക്യാ കിയാ ജാത്ത, ലേക്കിൻ ക്യാ കിയാ ജാത്ത, പക്ഷെ എന്ത് ചെയ്യും? और कोई दूसरा जरिया न था, और कोई दूसरा വസീല न था, മറ്റൊരു വഴി എൻ്റെ മുമ്പിലില്ലായിരുന്നു. ഫീസ് അടക്കാൻ വേറൊരു മാർഗം എൻ്റെ മുമ്പിലുണ്ടായിരുന്നില്ല. അയൽപ്പക്കത്തെ കടം ചോദിക്കണമെങ്കിൽ ധാരാളം കടങ്ങൾ ചോദിച്ച് അത് തന്നെ കൊടുത്തിട്ട് വാങ്ങിയത് തന്നെ കൊടുത്തിട്ടില്ല. ഇനി എങ്ങനെ അവരോട് ചോദിക്കും?
വിൽക്കാനാണെങ്കിൽ ആഭരണങ്ങളും ഇല്ല. എൻ്റെ മുമ്പിൽ ആകെയുള്ളത് ആ പെങ്ങളുടെ കാലിലും നെക്ലേസും ആയിരുന്നു. എന്തു ചെയ്യും? അങ്ങനെ ഗതിയില്ലാതെ ഉമ്മ അവളുടെ ആഭരണങ്ങൾ അഴിക്കുകയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ സഹോദരനാണ് എൻട്രൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത്. ഫീസടക്കാൻ ഇല്ലാത്തതിൻ്റെ പേരിൽ ഉമ്മ നിങ്ങളുടെ നെക്ലേസോ നിങ്ങളുടെ പാൽസരോ ഊരുകയാണെങ്കിൽ, അഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഒന്ന് പറയാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? നിങ്ങളതിന് സമ്മതിക്കുമോ? അങ്ങനെ വാലിദ സാഹിബ ഉമ്മ എന്ത് ചെയ്തു അവസാനം? ജബ് റസിയ കാ സേവർ ഉത്താർനെ ലഗേ തോ വോ മച്ചൽ ഗയി. വാലിദ സാഹിബ എന്ത് ചെയ്തു? ജബ് റസിയ കാ സേവർ, റസിയയുടെ ആഭരണം ഉത്താർനെ ലഗേ തോ അയച്ചെടുക്കാൻ തുടങ്ങിയപ്പോൾ വോ മച്ചൽ ഗയി, അവൾ ബഹളം വെച്ചു, ഒച്ചുണ്ടാക്കി, സമ്മതിച്ചില്ല. ഉനോനെ സംജാന ശുറൂ കിയ, അമ്മ അവളെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു, അവൾക്ക് മനസ്സിലാക്കി കൊടുത്തു. എന്താ देखो भाईजान पास हो जाएंगे तो तुमको उतना जेवर बना देंगे. ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ ആഭരണം അയച്ചെടുത്തപ്പോൾ അവൾ സമ്മതിച്ചില്ല. അവൾ കരഞ്ഞപ്പോൾ അമ്മ അവളോട് പറയണ, देखो भाईजान पास हो जाएंगे तो तुमको उतना जेवर बना देंगे. നോക്കൂ, ഭായിജാൻ പാസ് ഹോ ജായെങ്കി തോ, കാക്ക പാസ്, പരീക്ഷയ്ക്ക് എഴുതി പാസ്സായി വരികയാണെങ്കിലേ തുമക്കോ ഉത്തനാ സേവർ ബനാതെങ്കിൽ, നിനക്ക് ഒരുപാട് ആഭരണങ്ങൾ വാങ്ങിത്തരും. പിന്നെ തുമാരെ ലിയെ ഗുഡിയാ ലായെങ്കിൽ, നിനക്ക് നല്ല കളിപ്പാട്ടങ്ങൾ കൊണ്ടുവരും. തുമക്കോ അച്ഛ കപടേ സിൽവായെങ്കിൽ, നിനക്ക് നല്ല വസ്ത്രങ്ങൾ തുന്നിത്തരും എന്നൊക്കെ പറഞ്ഞ് ആ മോളെ സോപ്പിടുക. അതൊക്കെ കേട്ട് 20 വയസ്സുള്ള മോന് അവിടെ നിൽക്കുകയാണ്. മേ യേ സബ് സുൻതാ രഹാ ലേക്കിൻ റസിയ കെ ഏക് ഫഖറാ ने, रजिया के एक जुमले ने, एक डायलॉग ने ऐसा बेताब कर दिया कि मुझसे वहां न टकरा गया. उसका ये कहना कि अगर भाई साहिब पास न हुए तो, अगर भाई साहिब पास न हुए तो, अगर भाई साहिब पास न हुए तो. मैं ये सब सुनता रहा. मैं അപ്പോൾ ഫർഹത്തുള്ള ബേഗ അന്നത്തെ കഥ പറയുകയാണ്. മേ യേ സബ് സുൻതാ രഹ, ഞാൻ റസിയയുടെയും ഉമ്മയുടെയും സംസാരങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നു. ലേക്കിൻ റസിയ കെ ഏക് ഫഖറാനെ, റസിയ കെ ഏക് ഡയലോഗിനെ, റസിയയുടെ ഒരു വാചകം ഐസ ബേതാബ് കർദിയ, എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കി. കെ മുജ്സെ വഹാ ന ടകരാ ഗയ, എനിക്ക് അവിടെ നിൽക്കാൻ പോലും സാധിച്ചില്ല. റസിയയുടെ ആ ഒരു വാക്ക് എന്തായിരുന്നു? അവിടെ വാക്ക് ഉസ്കാ ഏ കഹന, അവളുടെ ഈ ഒരു വാക്ക്, കെ അഗർ ഭായ് സാഹിബ് പാസ് ന ഹുയേത്തോ, അഗർ ഭായ് സാഹിബ് പാസ് ന ഹുയേത്തോ, കാക്ക പാസ്സായിട്ടില്ലെങ്കിലോ? അപ്പോൾ അമ്മ നേരത്തെ പറഞ്ഞിരുന്നു, കാക്ക പരീക്ഷ എഴുതി പാസ്സായി വന്നാൽ നിനക്കെന്ത് ചെയ്യും? ഉത്തനാ സേവർ ബനാതെങ്കിൽ, ആഭരണങ്ങൾ ഒരുപാട് വാങ്ങിത്തരും. ഗുഡിയാലായെങ്കിൽ കളിപ്പാട്ടങ്ങൾ വാങ്ങിത്തരും. അച്ചേച്ച കപടേ സിൽവായെങ്കിൽ നല്ല വസ്ത്രങ്ങൾ തുന്നിത്തരും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴാണ് ആ പെങ്ങളുടെ ഒരു വല്ലാത്ത ഡയലോഗ്, അഗർ ഭായ് സാഹിബ് പാസ് ന ഹുയേത്തോ, കാക്ക പരീക്ഷ എഴുതിയിട്ട് പാസ്സായിട്ടില്ലെങ്കിലോ, തോറ്റാലോ? മേരെ ദിൽമേ, ആ ഒരു വാക്ക് മേരെ ദിൽമേ, എൻ്റെ മനസ്സിൽ തേർ കീ തരലക, അമ്പേറ്റതുപോലെ തോന്നി. തേർ കീ തരലക, അമ്പ് ഏറ്റതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. ബഹർഹാൽ വാലിദ സാഹിബിനെ മാർവാടി കെ പാസ് 60 രൂപയെ മേ ദോനോ ചീസെ ഗിർവി കർലി. ബഹർഹാൽ ഈ ഒരു അവസ്ഥയിൽ വാലിദ സാഹിബ് അത് അഴിച്ചെടുക്കുകയും മാർവാടി കെ പാസ്, ഈ പണയം വെക്കുന്ന ആളുടെ അടുത്ത 60 രൂപയെ മേ 60 രൂപയ്ക്ക് ദോനോ ചീസെ ഗിർവി കർലി, നെക്ലേസും പാദസരവും പണയം വെച്ചു. അങ്ങനെ ഞാൻ ആ പണം കൊണ്ട്
ഫീസ് അടച്ച് പരീക്ഷ എഴുതാൻ പോവുക. മൈനെ ഫീസ് ദാഖിൽ കർദി, ഞാൻ ആ സാധനം പണയം വെച്ച പൈസ എടുത്ത് ഫീസ് ദാഖിൽ കർദി, ഫീസ് അതാ കർദി, ഫീസ് അടച്ചു.